ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 105. നമ്മളിന്ന് മണ്ഡലം 1 അധ്യായം 3 സൂക്തം 46 നോക്കുന്നത്. ഇതിലെ ദേവത അശ്വനി കുമാരന്മാരാണ്. അശ്വം എന്ന് പറയുമ്പോൾ കുതിര എന്ന് പറയുമ്പോൾ വേദത്തിലെ ബലങ്ങളെ എടുക്കണം. കാരണം ഇന്നും ഫിസിക്സിൽ ഹോഴ്സ് പവർ എന്നാണ്, കുതിരശക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ആ കുതിരയായിട്ടുള്ള ബന്ധം ഫോഴ്സിന്. പിന്നെ അശ്വനി കുമാരന്മാർ രണ്ടുണ്ട് എന്ന് പറയുന്നു. ഒരു കുതിരശക്തി എന്ന് പറയുന്നത്, ഒരു ബലം എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. കാരണം നമ്മളെ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ വസ്തു നീങ്ങും. വസ്തു നീങ്ങുന്ന രണ്ട് തരത്തിലാണ് നീങ്ങുന്നത്. ഒന്നിക്ക് ഭൂമിക്ക് സമാന്തരമായിട്ട്, അല്ലെ നേരെ കുത്തനെ. ഉദാഹരണമായിട്ട് ഒരു കാറ് നമ്മൾ തള്ളിയാൽ അത് മുകളിലോട്ടേക്ക് പോകില്ല, ഭൂമിയുടെ മേലെ കൂടെ പോകും. റോക്കറ്റ് ആണെങ്കിൽ നേരെ മുകളിലോട്ടേക്ക് പോകും. അപ്പൊ ഇതാണ് രണ്ട്. നമുക്ക് കിട്ടുന്ന അനുഭവം അതാണ്. ഒന്നിക്ക് ഹൊറിസോണ്ടലായി മൂവ് ചെയ്യും, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ഒരു ബലം. പക്ഷെ ചെരിച്ചൊരു പ്ലെയിന് പോവുകയാണെങ്കിൽ നമുക്കിത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഉയരത്ത് പോകുന്നുണ്ട്, പ്ലെയിന് കുറേ ഉയരത്ത് പോയിട്ടുണ്ട്. അപ്പൊ ആ പ്ലെയിനിനെ ഒരു ബലം ഉയർത്തിയിട്ടുണ്ട് ചെരിച്ച് പ്രയോഗിക്കുമ്പോൾ. പിന്നെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നുണ്ട്. കാരണം പ്ലെയിന് ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് കൊല്ലത്തെത്തും. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് അത്ര ദൂരം പോയിട്ടുണ്ട്, മുകളിലോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പം ബലം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് എഫക്റ്റാണുള്ളത്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, വെർട്ടിക്കലായിട്ട് നീക്കുന്ന ബലവും. അതുകൊണ്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ, എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ ബലത്തെ എപ്പോഴും ഒന്നായിട്ട് എടുത്തിട്ടല്ല കണക്ക് ചെയ്യുക, കണക്ക് കൂട്ടുക. ബലം എന്ന് പറയുമ്പോൾ രണ്ട് ബലങ്ങളായിട്ട് റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ കോമ്പോണന്റും ഒരു ബലത്തെ രണ്ടായിട്ട് കണ്ടു. അങ്ങനെയാണ് ബലത്തെ മനുഷ്യര് എഞ്ചിനീയറിംഗിൽ സയൻസിലെടുക്കുന്നത്. അത് തന്നെയാണ് വേദവും ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള ബലമാണ്. സൂര്യന്റെ ബലമാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആകർഷണ ബലം. അതുകൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന ബലങ്ങളെയെല്ലാം അശ്വനി കുമാരന്മാർ രണ്ട് പേരായിട്ടാണ് കാണുന്നത്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയായിട്ട്, ബലത്തെ കുതിരയായിട്ടാണ് വേദങ്ങൾ കണക്കാക്കുന്നത്. അത് രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബലത്തെ രണ്ടായിട്ടാണ്, അപ്പോൾ ജോഡിയായിട്ടാണ് പോവുക. അതിന് ഹൊറിസോണ്ടലായിട്ട് നീക്കാനുള്ള സാധ്യതയുണ്ട്, മുകളിലേക്ക് നീക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഈ ഒരു അറിവിൻ്റെ ബേസിൽ നമുക്ക് ഈ സൂക്തത്തിലേക്ക് വരാം. ആദ്യമായിട്ട് ഒന്നിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-1. ഋഷി പ്രസ്കണ്വൻ, ദേവത അശ്വിനികൾ, ഛന്ദസ് ഗായത്രി. യേശോ ഉഷാ അപൂർവ്യ വിച്ഛതി പ്രിയാ ദിവഃ സ്തുഷേ വാമശ്വന ബൃഹത്. ഞാൻ ഉള്ളൊഴിഞ്ഞ് അശ്വിനികളെ സ്തുതിക്കുന്നു. മുമ്പൊരിക്കലും കാണപ്പെടാത്ത ഉഷസ് ആകാശത്തിൽ കാണപ്പെടുന്നു. ഒന്നിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഉഷസ് പ്രത്യക്ഷമായിരിക്കുന്നു. ആദ്യം ഉഷസ്സാണ് പ്രത്യക്ഷം. ഉഷസ് എന്ന് പറയുമ്പോൾ ഒരു സൂര്യനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രകാശമാണ് മുന്നിൽ വരുന്നത്. അതിന്റെ പിന്നിലൂടെയാണ് ആ സൂര്യൻ വരുന്നത്. നമ്മൾ ആകാശത്തിൽ സൂര്യന്റെ പ്രകാശമാണ് ആദ്യം കാണുക, സൂര്യനെ പിന്നെയെ കാണുകയുള്ളൂ.
ഒരു കൂട്ടമായ ഒരു പ്രകാശം. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ആ എനർജിനെയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പൊ മുന്നിൽ സഞ്ചരിക്കുന്നത്, സൂര്യന്റെ മുന്നിൽ സഞ്ചരിക്കുന്നത് ആ ബലങ്ങളാണ്. നമ്മളെ സ്വാധീനിക്കുന്ന, ആദ്യം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് ആ ഉഷസ്സാണ്. ആ ഉഷസ്സിൽ നിന്നാണ് അശ്വനി കുമാരന്മാർ, ബലമാകുമ്പോൾ പിന്നെ രണ്ടായിട്ട് അശ്വനി കുമാരന്മാരെ, അത് പിന്നെ മുന്നോട്ടേക്ക് സഞ്ചരിക്കും. അപ്പം ഉഷസ് ഉണ്ട്. ഉഷസ് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഉഷസ് എന്ന് പറഞ്ഞാൽ ബലത്തിന്റെ ഒരു കേന്ദ്രമാണ്. അതിൽ നിന്നാണ് അശ്വിനി കുമാരന്മാർ എന്ന ബലങ്ങളെ ലോകം മുഴുവൻ വ്യാപിക്കുന്നത്. അപ്പൊ ആ അശ്വിനി കുമാരന്മാരെ സ്തുതിക്കുകയാണ്. കാരണം ആ ബലങ്ങളാണ് ലോകത്തെ ചലനാത്മകമാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച് ചലനം ആരംഭിക്കും. നമുക്കറിയാലോ, കാറ്റടിക്കുന്നത് സൂര്യന്റെ ഉദയവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. രാവിലെയും വൈകുന്നേരം എല്ലാം കാറ്റടിക്കുന്ന ദിശകൾക്കെല്ലാം വ്യത്യാസമുണ്ട്. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് സൂര്യനിൽ നിന്നുള്ള ഊർജമാണ്. ഊർജത്തിന് ആകർഷണ ബലവുമുണ്ട്, ചൂട് എന്ന ഒരു ഭാഗമുണ്ട്, പ്രകാശം എന്നൊരു വശമുണ്ട്. അങ്ങനെ എനർജി പല രൂപത്തിലാണ്. ഇതെല്ലാം തന്നെയാണ് ഭൂമിയിൽ ചലനങ്ങളെ സൃഷ്ടിക്കുന്നത്. ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നു, മനുഷ്യരെ ആക്റ്റീവായിട്ട് പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം സ്വാധീനിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ബലമാണ്. അതുകൊണ്ട് ബലത്തെ അശ്വനി കുമാരന്മാരെ സ്തുതിക്കുകയാണ്. ഇനി രണ്ടില് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-2. യാ ദസ്രാ സിന്ധു മാതരാ മനോദരാരയീണാം ധിയാ ദേവാ വസുവിതാം. സമുദ്രത്തിൽ നിന്ന് ജനിച്ചവരും മനസ്സിൽ നിന്ന് തന്നെ ഐശ്വര്യത്തെ ഉൽപ്പാദിപ്പിക്കുന്നവരും ശ്രദ്ധയോടുകൂടി ധനം അറിയുന്നവരുമായ അശ്വിനികളെ ഞാൻ സ്തുതിക്കുന്നു. ഇതിൽ പറയുന്നത് സമുദ്രത്തിൽ നിന്നും ഉദിച്ചവരും. കാരണം സൂര്യൻ ഉദിച്ചു വരുന്നത്, ഈ സൂര്യന്റെ ബലം സമുദ്രത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരെ നോക്കുമ്പോൾ ആ സമുദ്രത്തിൽ നിന്നാണ് ആ വെളിച്ചം, ഉഷസ് പുറത്തേക്ക് വരുന്നത്. ബലം നമ്മളെ ഭൂമിയിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമുദ്രത്തിൽ നിന്ന് ആണ് ആ ബലങ്ങൾ ആക്ട് ചെയ്യുന്നത്. പറഞ്ഞാല് സമുദ്രത്തിൽ നിന്ന് വരുന്ന ആ ദിശയിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ ഭൂമിയിൽ സൂര്യനെ പിഞ്ചുക്കുന്നതാണെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ സമുദ്രത്തിന്റെ ആ സ്ഥലത്തെത്തുമ്പോഴാണ് ആദ്യം ഉഷസ് വരും, പിന്നെ ബലങ്ങൾ ആക്ട് ചെയ്യുന്നു. മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. അപ്പോഴാണ് നമ്മളെ മനസ്സും ആക്ടിവേറ്റ് ആയിട്ട് നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ അത് നാഡികളിലൂടെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ എല്ലാവരും ആക്റ്റീവാണ്. റോഡുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ രാവിലെ വളരെ ആക്റ്റീവാണ്. എന്തുകൊണ്ട്? സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ആക്റ്റീവായിട്ട് മാറും. പിന്നെയോ ശ്രദ്ധയോടുകൂടി ധനം നൽകുവാൻ കഴിവുള്ളവരാണ്. അതിനുള്ള അറിവെല്ലാവർക്കുണ്ട്. ശ്രദ്ധയോടെ ധനം നൽകാൻ നമ്മൾ രാവിലെ ആക്റ്റീവായി എന്തിനു വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ. കാര്യങ്ങളെല്ലാം നേടുന്നത് നമ്മൾ എന്തായിട്ടാണ്? ധനമായിട്ടാണ് കമ്പയർ ചെയ്യുക. ഒരു ചക്ക ഉണ്ടായാൽ ഈ ചക്ക, ഒരു ചക്കയും മാങ്ങി ഉണ്ടായെന്ന് വെച്ചോ, നമ്മൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചക്ക കൊടുത്തു കഴിഞ്ഞാൽ 100 റുപ്യ കിട്ടും. മാങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 10-25 റുപ്യ കിട്ടും. അപ്പൊ ധനത്തിലാണ് നമ്മളെല്ലാം വിലയിരുത്തുന്നത്. അപ്പൊ ആ ചക്കക്ക് വിലയില്ല എന്നെല്ലാം പറഞ്ഞേക്ക് അല പൊട്ടും. നമ്മൾ തർക്കിക്കാനൊന്നുമല്ല ഇവിടെ തീർക്കുന്നത്. ഉദാഹരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ധനത്തിലൂടെയാണ് നമ്മളെല്ലാം നമ്മളെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ധനം തന്നെയാണ്. അപ്പം ചോദിക്കും പഠിക്കുന്നതിന് വല്ല ധനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിദ്യാധനം സർവ്വധന പ്രധാനം പറഞ്ഞിട്ടുണ്ട്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ധനം നമുക്ക് അറിഞ്ഞുകൊണ്ട് നൽകും.
അപ്പം അതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് ഈ സൂര്യനിൽ നിന്ന് വരുന്ന ബലങ്ങളാണ്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-3. വച്യന്തേവാം കഗുഹാസോ ജൂർണായാം അതിവിഷ്ടവീ യദ്വാം രഥോ വിവിഷ്പതാത്. അശ്വിനികുമാരന്മാരുടെ രഥം അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എല്ലാവരും സ്തുതിക്കുന്നു. അശ്വിനി കുമാരന്മാർ രഥത്തിലേറി ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ സ്തുതിക്കുന്നു എന്ന് പറയുകയാണ്. കാരണം സൂര്യൻ പോകുന്ന അനുസരിച്ചാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. രാവിലെ ആകുമ്പോൾ എല്ലാവരും ഓഫീസിൽ പോകാനും അതിന് വല്ല തയ്യാറാകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക. ഉച്ചക്കാവുമ്പോൾ പിന്നെ കുറച്ചൊന്ന് റെസ്റ്റെല്ലാം എടുത്ത് കുറച്ച് കട്ടി ആഹാരം കഴിക്കും. അല്ലാതെ രാവിലെ എണീച്ചിട്ട് കട്ടി ആഹാരം ഉച്ചക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കഴിക്കില്ല, ദോശ കഴിക്കില്ല. ചിലവർ കിടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് രാവിലെ ചെയ്തതിന് നേരെ എതിരാണ് പൊതുവായിട്ട് കാണുന്നത്. രാവിലെ ഓഫീസിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരികയാണ് ചെയ്യുക. രാവിലെ അധ്വാനിക്കാനുള്ള താല്പര്യമാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വേഗം കളിക്കാൻ പോകണം, സിനിമക്ക് പോകണം, ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് കാണുന്നത്. ഇതെല്ലാം പൊതുവെയാണ്. അതുകൊണ്ട് വൈകുന്നേരം ജോലി, പോലീസുകാർക്കെല്ലാം വൈകുന്നേരം ആയിരിക്കും ചിലപ്പം ജോലി കൂടുതൽ, രാവിലെ വലിയ ആയിരിക്കില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴാണ് എല്ലാവരും നിയന്ത്രിക്കാനെല്ലാം കുറച്ച് അധികം ആക്ടിവിറ്റി. അപ്പോൾ ഓരോ വിഭാഗത്തിന് ജോലി വ്യത്യാസമുണ്ട്. നമ്മൾ ജനറലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ രഥം എന്നെല്ലാം പറയുമ്പോൾ ഒരു ആലങ്കാരികമായിട്ടല്ല. അതിൻ്റെ രഥം ഏതാണെന്ന് ചോദിച്ചാൽ സൂര്യൻ തന്നെയാണ് രഥം. സൗരയൂഥ സിസ്റ്റം അല്ല സൂര്യൻ്റെ മേലെ കയറിയിട്ടാണ് ആ ബലം സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളെന്ത് ചെയ്യും? സ്തുതിക്കും എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ, ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. സൂര്യനെ കൊണ്ട് എന്തെല്ലാം സാധിപ്പിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം സ്തുതിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. ചിലവർ തുണി അണക്കി ഒരു ഉച്ച സമയമാകുമ്പോൾ തുണിയെല്ലാം അലക്കിയിട്ട് വെയിലത്ത് കൊണ്ടിടും. എല്ലാം രാവിലെ കൊണ്ട് ആരും കൊണ്ടിട്ടൊന്നുമില്ല അധികവും. അതിനെ ജോലി അങ്ങ് ഒഴിവാക്കാന്ന് വെച്ച് കൊണ്ടിടുന്നതാണ്. അധികവും ഒരു ഉച്ച സമയമെല്ലാമാണ് അലക്കാനും അവിടെ കൊണ്ടിടാനും എല്ലാം പോകുന്നത്. പിന്നെ തേങ്ങ ഉണക്കാനുണ്ടെങ്കിൽ ഉച്ച സമയത്താണ്. അപ്പം സ്തുതിച്ചുകൊണ്ട്, എന്താണ് സ്തുതി? ആ ഉച്ച സമയത്തെ സൂര്യന് നല്ല ശക്തിയുണ്ട്, തേങ്ങ ഉണക്കാനും തുണി ഉണക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം സ്തുതി, ശാസ്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ. അതുകൊണ്ട് ഉച്ച സമയത്ത് കൊണ്ട് വെയിലത്തിടും. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ജ്ഞാനം നമ്മളെ ബുദ്ധിയിൽ ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് സ്കൂളിൽ കയറിയിട്ട് ഉച്ച സമയമാണ് സൂര്യൻ്റെ ചൂട് കൂടുതൽ, തുണി ഉണങ്ങാൻ ഉച്ചക്ക് കൊണ്ടിടണം എന്നൊന്നും പഠിപ്പിക്കൊന്നുമില്ല. പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജനിക്കുമ്പം തന്നെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു സയൻസ് ഉണ്ട്. അത് തന്നെയാണ് സ്തുതികൾ. അപ്പോൾ സ്തുതികളനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-4. ഹവിഷാജാരോ അപാം വിവർത്തി പപൂരിർ നരാ പിതാകുടസ്യ ചർഷണേ. ജലത്തെ സ്നേഹിക്കുന്നവനും ധനപൂരകനും ഗൃഹപാലകനും ദ്രഷ്ടാവുമായ അഗ്നി ഞങ്ങളുടെ ഹവിസിൽ കൂടി പുരുഷന്മാരെ പൂർണ്ണരാക്കുന്നു. ഇവിടെ മനുഷ്യനോട് പറയുകയാണ് ഈ ഋഷി, ജലത്തെ സ്നേഹിക്കുന്നവർ. ജലത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മഴ പെയ്യുന്നതുകൊണ്ടാണ്. മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചൂട് കൊണ്ട് ജലം ബാഷ്പീകരിച്ച് മുകളിൽ പോകും. മഴക്കാലമാകുമ്പോൾ മഴ പെയ്യും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചളിവെള്ളമായിരിക്കും. ഈ പ്രക്രിയ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമിയിലെ വെള്ളമെല്ലാം ചളിവാരിയാവും. ഇപ്പം നമ്മളെ കക്കൂസ് എന്നെല്ലാം പോകുന്ന വെള്ളമെല്ലാം ഉണ്ടല്ലോ,
അതെവിടെയും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് വെച്ചോ, ടാങ്കിലായിരിക്കും, എന്നാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഓവർഫ്ലോ എല്ലാം ചെയ്തിട്ട് പുറത്തെല്ലാം കിടക്കും. അങ്ങനെ കിടക്കുന്ന ചളി വെള്ളവും ചിലപ്പോൾ തോടുകളിലെ വെള്ളമെല്ലാം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ആ വെള്ളമാണ് ബാഷ്പീകരിച്ച് മുകളിൽ പോയിട്ട് ശുദ്ധമാക്കിയിട്ട് മഴയായിട്ട് പെയ്തു തരുന്നത്. അപ്പം ജലത്തെ സ്നേഹിക്കുന്നവരും ധനത്തെ നൽകുന്നവരും ധനത്തിൻ്റെ ഇരിപ്പിടമായവരും, അതായത് എന്തോ ധനം കിട്ടേണ്ടിട്ട് നമ്മൾ കർമ്മം ചെയ്തേ പറ്റും. ചെടികൾ നടുന്നു, എന്തിന്? കൃഷി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ. ഈ ചെടികളിൽ അതിനകത്തുള്ള ധാന്യങ്ങളെല്ലാം ഇലകളെല്ലാം വളർന്നിട്ട് ധാന്യം ചപ്പാണെങ്കിൽ പോലും ചീരിയാണെങ്കിൽ പോലും അതെല്ലാം വളരുന്നത് എന്തുകൊണ്ടാണ്? ഈ സൂര്യന്റെ പ്രകാശം കൊണ്ടാണ്. അപ്പം നമുക്ക് ധനം നേടി തരുന്ന ഏറ്റവും വലിയ കൃഷിയാണ്. ആ കൃഷി ഉണ്ടെങ്കിലേ പശുക്കളുള്ളൂ. അപ്പം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിനും ഈ സസ്യജാലങ്ങളുടെ എല്ലാം ജീവൻ ആ തരത്തിലല്ല. സസ്യജാലങ്ങളുടെ എല്ലാം സസ്യങ്ങളും ജന്തുക്കളുടെ എല്ലാം വളർച്ചയ്ക്ക് സഹായിക്കുന്നത് സൂര്യൻ തന്നെയാണ്. നമുക്ക് തന്നെ സൂര്യരശ്മി ആശ്രയിച്ചുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ പറയും കുറച്ച് വെയിൽ കൊള്ളണം. അപ്പൊ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് സൂര്യനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പം ധനം നൽകുന്നവരും ഗൃഹപാലകരും, നമ്മുടെ ഗ്രഹത്തെ പാലിക്കുന്നവർ സൂര്യൻ തന്നെയാണ്. സൂര്യനില്ലായിരുന്നുവെങ്കിൽ നമ്മളെ ഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇപ്പം ഭയങ്കര മൂടൽ മഞ്ഞാണെങ്കിൽ ആരാണ് അവിടെ വീട് വെച്ച് താമസിക്കാൻ പോകുന്നത്? എപ്പോഴും തണുപ്പാണെന്ന് വെച്ചോ. അപ്പോൾ വീട് വെച്ച് താമസിക്കാൻ പറ്റും. ഈ വീട് വെച്ചാൽ തന്നെ അതിനെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കാനെല്ലാം ചൂടാക്കുന്നത്. വൈദ്യുതി എങ്ങനെയാണ് എടുക്കുന്നത്? ഈ വെള്ളം വീഴുമ്പോൾ ഒഴുക്കില് ജനറേറ്റർ വെച്ച് അതിനെ തിരിച്ചിട്ട്, ഈ മഴ പെയ്യുന്നതിന് കാരണം എന്താണ്? സൂര്യന്റെ ആകർഷണ ബലം കൊണ്ടാണ് വെള്ളം മുകളിൽ പോയിട്ട് വീഴുന്നത്. ആ ബലമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സൂര്യന്റെ ബലം തന്നെയാണ് മെക്കാനിക്കലായിട്ട് ഇവിടെ ജനറേറ്ററിനെ തിരിക്കുന്നത്. ആ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് വീടിൻ്റെ അകം ചൂടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൂര്യനുമായിട്ട്, നമ്മളുടെ എനർജിയുടെ ഒരു പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. അപ്പോൾ ഗ്രഹത്തെ പാലിക്കുന്നവരും ആയ അഗ്നി നമ്മളുടെ ഹവിസിൽ കൂടി നിങ്ങളെ പൂർണ്ണമാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അഗ്നിക്കാണ് നമ്മൾ ഹവിസ്സുകൾ അർപ്പിക്കേണ്ടത്. നമ്മളെല്ലാ കർമ്മങ്ങളും അങ്ങനെ സൂര്യനിൽ നിന്ന് ഉത്ഭവിച്ച ഊർജത്തിലേക്ക് നമ്മൾ ഹവിസ്സുകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? നമുക്കത് ധനമായിട്ടെല്ലാം മാറ്റി കിട്ടും. ഉദാഹരണമായിട്ട് തേങ്ങ എടുത്തിട്ട് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കൊപ്രയാക്കി കിട്ടും. അതിനെ ആട്ടിയാൽ എണ്ണയായി കിട്ടും. അപ്പം നമ്മൾ ഹവിസ്സുകൾ അർപ്പിക്കുക. അഗ്നിക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? സൂര്യൻ എന്താണ് കൊടുക്കുന്നത്? സൂര്യ വെളിച്ചത്തിന് തേങ്ങ കൊടുക്കുന്നു, പച്ചത്തേങ്ങ. ആ പച്ചത്തേങ്ങ സൂര്യൻ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഉണക്ക തേങ്ങ, കൊപ്ര. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഹവിസ്സുകൾ അർപ്പിക്കണം. ഇനി 5-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-5. ആധാരോ വാമദീനാം നാസത്യാമതവചസ പാദം സോമസ്യ തൃഷ്ണുയാം. ആദരപൂർണമായ ഞങ്ങളുടെ വചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് സ്തുതികളാൽ തയ്യാറാക്കപ്പെട്ട സോമരസം പാനം ചെയ്യാൻ അശ്വിനി കുമാരന്മാരോട് അഭ്യർത്ഥിക്കുന്നു. അശ്വിനി കുമാരന്മാർ എന്നതൊരു വ്യക്തിയായിട്ട് തോന്നുമെങ്കിലും ഈ അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ അശ്വിനി കുമാരന്മാരെന്ന് പറഞ്ഞ ഒരു വ്യക്തികളൊന്നും അവിടെ ഇല്ല. അശ്വിനി കുമാരന്മാരെ നമ്മൾ കുമാരന്മാരെന്നല്ലാണ് പറയുന്നത്. അതൊരു ശരിയായ പ്രയോഗമെന്നല്ല, ഇതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ബലങ്ങളാണ്. ആ ബലങ്ങളോട്, സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ ബലങ്ങളോട്,
അല്ലെങ്കിൽ ഏത് ബലങ്ങളുണ്ട്, അത് സൂര്യന്റെ തന്നെ ആകണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബലം സൂര്യന്റെ ആയതുകൊണ്ട് സൂര്യനെ അശ്വിനി കുമാരന്മാർ എന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഒരാൾ ഇടിക്കുകയാണെങ്കിലും ആ ഫോഴ്സിനും അശ്വിനി കുമാരന്മാർ എന്ന് തന്നെ പറയണം, അല്ലാതെ സൂര്യന്റെ പുത്രന്മാരായിട്ടൊന്നും കാണരുത്. അപ്പം നമ്മളൊരാളെ അടിക്കുകയാണെങ്കിൽ അവിടെ ബലമാണ് പ്രയോഗിക്കുന്നത്. ഇത്ര kg വെയിറ്റിൽ അടിച്ചു. അപ്പോൾ ഒരു വര വരച്ചിട്ട് ഫിസിക്സ് ചെയ്യുമ്പോൾ ഇവനെ അടിച്ചത് ഈ ദിശയിൽ 20 kg ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് പറയുക, അല്ലെ ഇത്ര ന്യൂട്ടൺ ഫോഴ്സ്. അപ്പോൾ അശ്വിനി കുമാരന്മാർക്ക് എന്തുണ്ട്? 2 ഹൊറിസോണ്ടലായിട്ട് നീക്കാനുള്ള വഴിയുണ്ട്, വെർട്ടിക്കൽ നീക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പം നമ്മൾ നൽകുന്ന വചനങ്ങളെ ആദരപൂർവം നമ്മൾ നൽകുന്ന വചനങ്ങളെ നിങ്ങൾ ഗ്രഹിക്കണം, സ്വീകരിക്കണം. അപ്പം നമ്മളൊരു കല്ലിനെ അടിക്കുമ്പോൾ ആദരപൂർവം നമ്മൾ ബലം കല്ലിൽ പ്രയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി? നമുക്ക് കല്ല് ചിലപ്പം നേരെ 2 മുറിഞ്ഞ് കിട്ടണം. അത് അടിക്കുന്ന മര്യാദയ്ക്ക് അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കല്ല് മുറിഞ്ഞാണ് പോവുക, 2 മുറിഞ്ഞൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വചനങ്ങളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ബലങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് ആ ശാസ്ത്രത്തിന്റെ വചനങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അതിനെ പ്രയോഗിച്ചാൽ അശ്വിനി കുമാരന്മാർ നമ്മളെ സഹായിക്കും. നമുക്ക് ഒരു സാധനത്തെ നീക്കണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ നീക്കണം, ഇങ്ങനെ തന്നെ ബലം പ്രയോഗിക്കണം. അല്ലാതെ മുകളിൽ ഒരു അടി വെച്ച് കഴിഞ്ഞാൽ കല്ലിങ്ങോട്ടേക്ക് പോകില്ല. ഒരു കല്ല് നീക്കണ്ടെങ്കിൽ ആ എങ്ങോട്ടേക്കാണോ നീക്കേണ്ടത് ആ ആംഗിളിൽ ബലം പ്രയോഗിക്കണം. എല്ലാം തോന്നുന്ന മാതിരി അങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ കല്ല് നീങ്ങൂല്ല, വെറുതെ വേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെല്ലാം ചില കണക്കുകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ വചനങ്ങൾ നീ ഗ്രഹിക്കണം. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്തുതികളാൽ തയ്യാറാക്കപ്പെട്ട സോമരസം നീ പാനം ചെയ്യുക. നമ്മൾ നൽകുന്ന ബലത്തെ, സോമരസത്തെ നീ പാനം ചെയ്തോളൂ. സ്തുതികളാൽ അർപ്പിക്കുന്ന, നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഗോതമ്പിന്റെ 2 ഉരുണ്ട കുഴച്ചു വെച്ച മാവുണ്ടെന്ന് വെച്ചാൽ അതിനെ ബലം പ്രയോഗിച്ച് അമർത്തിക്കഴിഞ്ഞാൽ അത് ഒന്നായി മാറും. അങ്ങനെയാണ് ഗോതമ്പിനെ ഉരുട്ടി ഒന്നാക്കുന്നത്, ബലം പ്രയോഗിച്ചിട്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം? സ്തുതികളുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യോജിപ്പിക്കണം. കാരണം ഗോതമ്പ് മാവ് വെറുതെ ഇങ്ങനെ വെച്ച് അമർത്തിയാൽ ഒന്നാകില്ല. അവിടെയും വെച്ചിട്ട് നമ്മൾ ബലത്തെ പല ദിശകളിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നുണ്ട്. പല ബലങ്ങൾ പല ദിശയിലേക്ക് കുഴച്ചെടുക്കുന്നത്. അതിൻ്റെ അകത്തൊരു സയൻസ് ഉണ്ട്. അപ്പോഴാണ് അതെന്താകുന്നത്? കൂടിച്ചേർന്ന് ഒന്നാകുന്നത്. എന്നാൽ വളരെ ശക്തിയിൽ ബലം പ്രയോഗിച്ചിട്ട് യോജിപ്പിക്കുന്ന തത്വങ്ങളും സയൻസിലുണ്ട്. വളരെ ശക്തിയിൽ ചേർത്ത് വെച്ചിട്ട് അമർത്തി കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ചൂടുവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ യോജിക്കുകയും ചെയ്യും. പക്ഷേ കുഴച്ച ഗോതമ്പ് ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ അത് ഒന്നാവില്ല, അങ്ങനെ പൂർണ്ണമായിട്ട് ഒന്നായി കിട്ടില്ല. അപ്പൊ അവിടെ ബലത്തെ പലതരം ഡയറക്ഷനിൽ ബലം പ്രയോഗിക്കണം. അതാണ് നമ്മുടെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സോമരസം നീ പാനം ചെയ്യുക. അപ്പം നമ്മൾ ഗോതമ്പിന് ബലം കൊടുക്കുകയാണ്, ഗോതമ്പ് കൊടുക്കുന്നു, അതാണ് സോമം. 2 ഗോതമ്പ് കുഴച്ച മാവ് ചേർത്തിട്ട് ബലത്തിന് കൊടുക്കുകയാണ്. അപ്പം ബലം അത് തിന്നു. കാരണം പിന്നെ ആ കൊടുത്ത 2 മാവല്ല നമ്മൾ എടുത്തുള്ളത്,
അത് രണ്ടും ചേർന്ന ഒന്നാണ്, വേറൊരു സാധനമാണ് കിട്ടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന രണ്ടായിരുന്നു, പക്ഷെ ഇത് ഒന്നായി മാറി. അതിൻ്റെ അകത്തും കുറേ ഘടനയിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ തിരിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നിട്ടുണ്ട് എന്ന് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പൊറോട്ടയിൽ അടിക്കുന്നിടത്ത് നിന്ന് കാണാം. നമ്മൾ തോന്നുന്നു എന്താ ഈ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇന്റേണൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നത്. അപ്പം നമ്മളെ കൊടുത്ത വസ്തു ആ ബലമെടുത്തിട്ട്, ആ സോമം ആ ബലമെടുത്തിട്ട് നമുക്കൊരു പുതിയ വസ്തുവാണ് തരുന്നത്. ഇനി ആറാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46 6. യാന പീപരദശ്വിന ജ്യോതിഷ്മദീ തമസ്തിര താമസ്മേ രാസാധമിഷം. പ്രകാശയുക്തവും അന്ധകാരരഹിതവുമായ അന്നധനം ഞങ്ങളുടെ പോഷണാർത്ഥം പ്രദാനം ചെയ്യാൻ അശ്വിനി കുമാരന്മാരോട് അപേക്ഷിക്കുന്നു. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പ്രകാശയുക്തന്മാരാണ്, അതായത് പ്രകാശം നൽകുന്നവരാണ് ഈ ബലങ്ങള് ഊർജമാണ്, അത് പ്രകാശം പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെയോ ധനം, അന്നരൂപത്തിൽ ധനം നൽകുന്നവരാണ്. എന്തിന്? നമ്മുടെ പോഷണാർത്ഥം, നമ്മളെ പോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ അശ്വിനി കുമാരന്മാരെ നമ്മളെ പ്രകാശം നൽകും. ബലം ഉപയോഗിച്ചാൽ തന്നെ പ്രകാശം കിട്ടും. 2 കരിങ്കല്ലെടുത്തിട്ട് ഉരച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം തീ പാർന്നു, വെളിച്ചം പുറത്തേക്ക് വരും. 2 കരിങ്കല്ല് ഉരച്ചാൽ വെളിച്ചം കാണാം. അപ്പം പ്രകാശത്തെ ദാനം ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് അന്നങ്ങൾ ദാനം ചെയ്യും. ബലം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൊറോട്ട അടിക്കുമ്പോൾ അതിനെ പൊറോട്ടയാക്കി മാറ്റി തരികയല്ല, പ്രത്യേക ഘടനയായി. അതെന്തിനു വേണ്ടിയാണ്? നമ്മളെ പോഷിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ഉന്നതിക്ക് വേണ്ടി തന്നെ. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46 7. ആനോ നാവാമദീനാം യാതം പാരായ ഗന്ധവേ യുജ്ഞാതം അശ്വിനാരഥം. ഞങ്ങളുടെ സ്തുതികളാകുന്ന പ്രേമപൂർണമായ ബന്ധനത്താൽ ബന്ധിതരായ അശ്വിനികൾ ഞങ്ങളെ ദുഃഖസമുദ്രത്തിൻ്റെ മറുകരയിൽ എത്തിക്കണമേ. സ്വന്തം പേരിൽ അശ്വങ്ങളെ ബന്ധിക്കണമേ. ഇവിടെ പറയാണ്, അശ്വിനി കുമാരന്മാരെ നമ്മളെ പ്രേമപൂർണമായ സ്തുതി വചനങ്ങളിൽ, നമുക്ക് മറ്റവരോട് പ്രേമം വരുമ്പോഴല്ലേ സ്തുതിച്ച് ഇതുപോലെ നിന്നെ കാണാൻ അങ്ങനെയുണ്ട്, ഇതുപോലെ ഉണ്ട്. അതുപോലെ അഗ്നിയെ പ്രേമവചനങ്ങളായ സ്തുതി വചനങ്ങളാണ്. ശാസ്ത്രത്തിന്റെ, സയൻസിന്റെ അടിസ്ഥാനത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈ അശ്വിനി കുമാരന്മാരെ സമീപിച്ചാല് നിങ്ങൾ ഞങ്ങളെ ദുഃഖസമുദ്രത്തിന്റെ മറുകടക്കടത്തും. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം അത് നീക്കിത്തരും. നമ്മളെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് കഴിയും. ബലം പ്രയോഗിച്ചിട്ട് നമ്മളെ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാം. നമുക്കൊരു ഇരുമ്പിൻ്റെ കഷ്ണമുണ്ട്, അതിനെക്കൊണ്ടൊന്നിനെയും മുറിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തെ തരണം ചെയ്യേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഇരുമ്പിരി എടുത്ത് ബലം പ്രയോഗിച്ച് അടിച്ച് പരത്തിയിട്ട് നല്ല കൊടുവാള് മാതിരി ആക്കി കഴിഞ്ഞാൽ, കത്തിയാക്കിയാൽ ചെത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്യാൻ എന്ത് ചെയ്യുക? സഹായിക്കും. അശ്വിനി കുമാരന്മാർ സഹായിക്കും. എങ്ങനെ? നമ്മുടെ സ്തുതി വചനങ്ങൾ കേട്ടുകൊണ്ട് പ്രേമപൂർണമായ, അതായത് നിന്നെ സ്തുതിക്കും. നീ വിചാരിച്ചാൽ ഈ ഇരുമ്പിനെയെല്ലാം നമുക്ക് കത്തിയാക്കി മാറ്റിത്തരാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രയോഗിച്ചാൽ അത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ദുഃഖങ്ങളുടെ മറികട കടക്കും. എന്നിട്ട് അത് നമ്മുടെ കർമ്മങ്ങളെ, അപ്പം ആ ശക്തി, അശ്വിനി കുമാരന്മാര് നമ്മുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടും, നമ്മളെ സഹായിക്കും. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46 8. അരിത്രം വാം ധ്രുവസ്പൃഥു തീർത്ഥേ സിന്ധൂനാം രഥ
ധിയായുയുജ്ര ഇന്ദവ. അശ്വിനികളുടെ കപ്പൽ കടലിനേക്കാൾ വിശാലമാണ്. സമുദ്രതീരത്ത് അവരുടെ രഥം നിൽക്കുന്നു. അതുപോലെ ഇവിടെ സോമരസം തയ്യാറാക്കിയുമിരിക്കുന്നു. പറയുകയാണ് അശ്വിനി കുമാരന്മാരുടെ നിങ്ങളുടെ രഥം കപ്പല് കടലിനേക്കാളും വിശാലമാണ്. കടൽ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. പക്ഷേ സൂര്യനിൽ നിന്നും വരുന്ന ആ ബലങ്ങള് ലോകം മുഴുവൻ കറങ്ങുന്നതെന്ന് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യൻ തന്നെ എല്ലായിടത്തും കറങ്ങുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ടോർച്ച് അടിച്ചു പോകുന്ന മാതിരി ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു കൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കടലിനെക്കാട്ടിയും വിശാലമാണ് ഈ അശ്വിനി കുമാരന്മാരുടെ ബലങ്ങൾ. അത് സമുദ്രതീരത്ത് നിൽക്കുന്നു. രാവിലെ സമുദ്രതീരത്ത് നിന്ന് കയറി വരും, വൈകുന്നേരം സമുദ്രതീരത്ത് പോയിട്ട് സൂര്യന്റെ അശ്വിനി കുമാരന്മാർ, അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ബലം. കടലിന്റെ തീരത്തെത്തുമ്പോൾ ആ സൂര്യന്റെ ബലം ഇല്ലാതാകാം. പിന്നെ അത് സൂര്യന്റെ ബലമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, പിന്നെ പിറ്റേന്നാകണം. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് സോമരസം തയ്യാറാക്കി വെക്കുന്നു. നിങ്ങൾ വരുന്ന നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച് രാവിലെയുള്ളപ്പോൾ നമ്മൾ ചില കർമ്മങ്ങൾ സോമം തയ്യാറാക്കി വെക്കും. ഉച്ചക്ക് വേറെ തരത്തിൽ, ഉച്ചക്കാണ് നമ്മൾ ഈ തുണിയെല്ലാം കൊണ്ടിട്ട് കൊടുക്കുന്നത് ഉറക്കാൻ വേണ്ടിയിട്ട്, കൊപ്രയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട്. രാവിലെ വേറെ വല്ലതുമായിരിക്കും, വൈകുന്നേരം വേറെ കാര്യത്തിലായിരിക്കും. അപ്പം നമ്മൾ കർമ്മങ്ങളോ അതിനനുസരിച്ചുള്ള സോമങ്ങളോ നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സോമമായിരിക്കും തയ്യാറാക്കുക. ഉച്ചക്ക് തുണി എല്ലാം ഉണക്കുന്ന നേരത്തിൽ, വൈകുന്നേരം പിന്നെ ചായൻ്റെ പലഹാരം. അതായത് നമ്മുടെ കർമ്മങ്ങൾ സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി 9 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46-9. ദിവസ് കണ്വാസ ഇന്ദവോ വസു സിന്ധൂനാംബദേ സ്വം വവ്രിം കുഹ തിത്സഥ. സോമം ദിവ്യഗുണങ്ങളെ പ്രേമിക്കുന്നു. സമുദ്രതീരത്ത് ഐശ്വര്യം സ്ഥിതി ചെയ്യുന്നു. അശ്വിനികൾ സ്വന്തം രൂപം എവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്വവംശജരോട് ചോദിക്കുന്നു. ഇവിടെ കണ്വവംശക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രസ്കണ്വനാണ്, അദ്ദേഹത്തെ വംശക്കാരോടുള്ള ഉപദേശമാണ്. സോമം പല ഗുണങ്ങളുള്ളതാണ്. നമ്മൾ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പലതുണ്ടാക്കുന്നത്. സോമം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു, ഇൻപുട്ട്. അത് കോപ്രയാകാം, തുണിയാകുമ്പോൾ നനഞ്ഞ തുണിയാകാം, അതെല്ലാം സോമമാണ്. അതിനെയാണ് നമുക്ക് ഉണക്കിയെടുക്കുന്നത്. ഇതെല്ലാം ബലങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അശ്വിനി കുമാരന്മാരുടെ സംസാരം. അതുകൊണ്ട് നിങ്ങൾ സമുദ്രതീരത്ത് ഐശ്വര്യം സ്ഥിതി ചെയ്യുന്നു. സമുദ്രതീരത്ത്, അതായത് രാവിലെ സമുദ്രത്തിൽ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. എന്നിട്ട് എന്ത് ചോദിക്കുന്നുണ്ട്? നിങ്ങൾ സ്വന്തം സ്വരൂപം എവിടെ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ എവിടെയാണ് നിന്റെ ശരിയായ സ്ഥാനം എന്ന് ചോദിക്കുകയാണ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം? യഥാർത്ഥമായി നിങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ സൂര്യന്റെ ബലത്തെയാണ് അശ്വിനി കുമാരന്മാരായിട്ട് പറയുന്നത്. സൂര്യൻ ഒരിക്കലും ഒരുത്തിയിലും നിൽക്കാതെ രാവിലെ ഒരുത്തിയിലാണ് കടൽത്തീരത്താണെങ്കിൽ ഉച്ചക്കാ മുകളിൽ നേരെ തലക്ക് മേലെയാണ്, വൈകുന്നേരം ഓപ്പോസിറ്റുള്ള കടൽ തീരത്താണ്. അപ്പം നിങ്ങൾ എവിടെയാണ് ഒരുത്തിയിൽ സ്ഥിരമായി നിൽക്കാൻ പോകുന്നത് എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ഒരുത്തിയിലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, നിങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46-10. അപ്രദൂഫാവു അംശവേ ഹിരണ്യം പ്രതി സൂര്യ വ്യഖ്യജിഹ്വയാസിത. ഉഷകാലത്തിൽ സൂര്യൻ സുവർണമയനായി പ്രകാശിക്കുന്നു. അഗ്നി ശ്യാമവർണ്ണത്തോടുകൂടി തൻ്റെ ജ്വാലാരൂപമായ ജിഹ്വയോടുകൂടി പ്രകാശിക്കുന്നു. ഉഷകാലത്ത്, അതായത് രാവിലെയാണ് ഉഷസ്. സൂര്യൻ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പിലുള്ള വെളിച്ചത്തെയാണ് ഉഷസ് എന്ന് പറഞ്ഞത്. സൂര്യൻ സുവർണമയനായി പ്രത്യക്ഷപ്പെടുന്നു. രാവിലെ ആകാശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക നിറമാണ്, സുവർണ നിറമാണ്.
അഗ്നി ശ്യാമവർണ്ണത്തോടു കൂടിയതായിട്ട് തൻ്റെ ജ്വാലയോട് കൂടിയാണ് പ്രകാശിക്കുന്നത്. അഗ്നി എന്ന് പറയുമ്പോൾ അത് ചൂട് രൂപത്തിൽ വരുമ്പോൾ ശ്യാമവർണ്ണത്തില്. അപ്പൊ നമുക്ക് ഇവിടെ അഗ്നി എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ തന്നെയാണ് ഇവിടെ ഊർജ രൂപമാണ് പറയുന്നത്. രാവിലെ പ്രകാശരൂപം, അല്ലെങ്കിൽ ഉച്ചരൂപത്തിൽ ഊർജ രൂപത്തിലാകാം, അല്ലെങ്കിൽ കത്തുമ്പോഴുള്ളതും. ബലം എന്ന് പറയുമ്പോൾ സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇടിക്കുന്നതും ബലം തന്നെയാണ്, അശ്വിനി കുമാരന്മാരാണ്. അതുപോലെ തന്നെ ഈ സൂര്യനിൽ നിന്നുള്ള ബലം അഗ്നിയായിട്ട് കത്തിക്കുമ്പോൾ വരുന്നതും സൂര്യന്റെ ആ ഊർജം തന്നെയാണ്. വിറകുണ്ടായത് എങ്ങനെയാണ്? ചെടികൾ ഉണ്ടായില്ല, ചെടികൾ സൂര്യനിലൊക്കെയാണ്. അപ്പൊ അത് സൂര്യൻ തന്നെയാണ് വിറകിൽ നിന്ന് കത്തുന്നത്. അപ്പൊ അത് എന്ന് പറഞ്ഞാല് ശ്യാമവർണ്ണത്തോടു കൂടി തൻ്റെ ജ്വാല ഉയരുന്നു. അപ്പൊ ആ രൂപത്തിൽ അത് പ്രകടമാകും. അപ്പം ഊർജം അല്ലെങ്കിൽ ബലം എന്നത് പല രൂപത്തിലാണ് പ്രകടമാകുന്നത്. ഇനി 11. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-11. അഭ്രതു പാരമേതവേ പന്ഥ ഹൃദസ്യ സാധുയാ അദർശി വിശ്രുതിർദിവാ. സൂര്യന് മറുകര കടക്കുന്നതിന് യജ്ഞരൂപമായ ഉത്തമ മാർഗങ്ങളുണ്ട്. അതിൽ കൂടി കടന്നു പോകുന്ന കതിർ ആകാശമാർഗത്തിൽ കാണപ്പെടുന്നു. സൂര്യനെ മറുകട കടക്കുന്നതിന് പ്രത്യേക വഴിയുണ്ട് എന്ന് പറയുകയാണ്. അതായത് സൂര്യൻ പോകുന്നത് അതിൻ്റെ ഓർബിറ്റിൽ കൂടിയാണ്. സൂര്യൻ പ്രപഞ്ചത്തിൽ പോകുന്നുണ്ട്. ഇത് സൂര്യനല്ല പോകുന്നത്, സൂര്യന്റെ ഓർബിറ്റിലൂടെ ഭൂമി പോകുന്നതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ പോകുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ സൂര്യൻ പോയിട്ടില്ലെങ്കിലും ഭൂമി പോകുന്നത്, അതിന്റെ കാരണക്കാരനായ ഭൂമി പോകുന്നത് ഓർബിറ്റിൽ കൂടിയാണ്. പിന്നെ സൂര്യൻ രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുമ്പോഴാണ്. അച്ചുതണ്ടിൽ കറങ്ങുമ്പോഴും അത് ഈ ഭ്രമണപഥത്തിലൂടെ കുറച്ച് നീങ്ങുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഭ്രമണപഥമായിട്ട് അതിനെല്ലാം അച്ചുതണ്ടിൽ കറങ്ങുക, സ്വയം ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഭൂമി കറങ്ങുന്നത്. അപ്പോഴാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ സൂര്യന് ചുറ്റും പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ, അത് ഓർബിറ്റിലൂടെയാണ്. പിന്നെ സൂര്യനും എന്ത് ചെയ്യുന്നുണ്ട്? ധ്രുവ നക്ഷത്രത്തിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുക. അതിനും അതിൻ്റെതായ വഴിയുണ്ട്. അപ്പം സൂര്യന് മറുകട കടക്കുവാനുള്ള എന്തുണ്ട്? അതിൻ്റെതായ വഴിയുണ്ട്. അല്ലാതെ തോന്നുന്ന മാതിരി പോവുകയല്ല. അങ്ങനെ പോകുമ്പോഴാണ് പ്രകാശം കതിർ കണക്കെ ഇപ്പം ചെടികളിൽ നിന്നുള്ള നെല്ലിൻ്റെ എല്ലാം കതിരിൽ നിന്നിങ്ങനെ വരുന്ന തരത്തിലാണ് പ്രകാശം എന്ത് ചെയ്യുന്നത്? 4 ഭാഗത്ത് ലോകം മുഴുവൻ പരത്തിക്കൊണ്ടത് പ്രകാശിക്കുന്നത്. അതിൽ നിന്നുള്ള ഫലങ്ങൾ ലോകം മുഴുവൻ കതിരിൽ നിന്ന് വരുന്ന മാതിരി കടന്നു പോകുന്നുണ്ട്. ഇനി 12. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-12. തത്തദ്ദിദശ്വിനോരവേ ജരിതാ പ്രതിഭ്രഷതി മതേ സോമസ്യ പിപ്രദോഹോ. സോമത്താൽ ആനന്ദപൂർണമായ അശ്വിനികളുടെ രക്ഷണത്തെ സ്തോതാവ് കൂടെ പ്രശംസിക്കട്ടെ. 12 എന്താ പറയുന്നത് വെച്ചാൽ, സോമം നൽകുമ്പോൾ ഈ അശ്വിനി കുമാരന്മാർ ബലങ്ങൾ എന്ത് ചെയ്യും? വളരെ പ്രസന്നനായിട്ട് നമ്മുടെ രക്ഷ നടത്തും എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രശംസിക്കാൻ പറയുകയാണ്. അപ്പം ഈ ബലങ്ങളെ, അതായത് ഫോഴ്സിനെ, ഫിസിക്സിലെ ഫോഴ്സിലെ ബലങ്ങളെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കണം. എന്നിട്ട് അതിനെ പല വസ്തുക്കളെയും നൽകുമ്പോൾ ആ വസ്തുക്കളെ അത് വേറൊരു രൂപത്തിലേക്കായിട്ട് നമുക്ക് ഉപയോഗപ്രദമായ രൂപത്തിലേക്ക് മാറ്റിത്തരും. ഇരുമ്പിനെ അടിച്ച് പരത്തിക്കഴിഞ്ഞാൽ ഷീറ്റാക്കിത്തരും. അപ്പം നമ്മൾ ആവശ്യമുള്ള തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗോതമ്പ് തന്നെ ബലം പ്രയോഗിച്ചാൽ ദോശ ചപ്പാത്തി മാതിരിയായിട്ട് പരന്ന് കിട്ടും. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ രക്ഷിക്കുന്നവരാണ് ഈ അശ്വനി കുമാരന്മാർ. അവരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്തുതിച്ചിട്ട് സോമം നൽകുന്നു. ഇനി 13. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 46-13.
വാവസാന വിവസ്വതി സോമസ്യ പീത്വാ ഗിരാ മനുഷ്യശംഭു ആഗതം. മനുവിൻ്റെ പ്രാർത്ഥനകളാൽ അദ്ദേഹത്തിന് ലഭ്യമായതുപോലെ ഞങ്ങളുടെ സ്തവനങ്ങളാൽ ഞങ്ങൾക്കും ധനം പ്രാപ്തമാക്കണേ എന്ന് പ്രകാശമയമായ ആകാശത്തിലെ നിവാസികളും സുഖദായകരുമായ അശ്വിനികളോട് അപേക്ഷിക്കുന്നു. ഇവിടെ പറയുകയാണ്, പ്രകാശമുള്ള ആകാശത്തിൽ നിവസിക്കുന്നവരായ അശ്വിനികളെ. അശ്വിനികൾ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ആ ബലങ്ങളെ, സൂര്യൻ തന്നെയാണ് ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടിക്ക് പിന്നിലും. നിങ്ങൾ മനുവിൻ്റെ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സേവനം നടത്തിയിരുന്നു, അദ്ദേഹത്തിന് സേവിച്ചിരുന്നു. മന്വന്തരങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ ചലനമനുസരിച്ചാണ് ലോകം പുരോഗമിച്ചുകൊണ്ട് പോകുന്നത്. മനുവിലൂടെയാണ് സൃഷ്ടി നടത്തിയെന്ന് പറയുന്നുണ്ട്. മനുവിനെ നിങ്ങൾ സേവിച്ചിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെയും സേവിച്ചിട്ട് ധനം നൽകണേ എന്ന് പറയുകയാണ്. ഇനി 14 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46-14. യുവോരുഷ അനുശ്രിയം പരിച്മനോരുപാചരത് ഇർദവനധോ അക്തുഭിഹി. 4 ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അശ്വിനികളുടെ പ്രകാശത്തിൻ്റെ പിന്നിലായി ഉഷസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ രാത്രിയിൽ ഹവിസ് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ പറയുകയാണ്, അശ്വനികളെ നിങ്ങൾ 4 ഭാഗവും അശ്വനി, ഈ ബലങ്ങൾ, സൂര്യനിൽ നിന്നുള്ള ബലം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകുമ്പോൾ നിങ്ങളുടെ പിന്നിലാണ് ആര്? ഉഷസ് സഞ്ചരിക്കുന്നത്. അതായത് ആ വെളിച്ചം, സൂര്യൻ്റെ കുറച്ചു മുമ്പിലാണ് ആ വെളിച്ചമുള്ളത്, അതാണ് ഉഷസ്. ഉഷസ്സിൻ്റെ മുമ്പിലാണ് ഈ ആ ബലങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഈ ബലങ്ങളുടെ പിന്നിലും ഉഷസ് സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ രാത്രിയിൽ ഹവിസ് ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് പകലാണല്ലോ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അപ്പം രാത്രിയിൽ നിങ്ങൾ ഹവിസൊന്നും ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊരു വെറുതെ, കാരണം രാത്രി സൂര്യനെ കാണുന്നില്ല. അപ്പം നമ്മൾ രാത്രിയിൽ സൂര്യനൊന്നും നൽകുന്നില്ല. രാത്രിയിൽ സൂര്യൻ്റെ പകരക്കാരനായിട്ട് അഗ്നിക്കാണ് നമ്മളെല്ലാം നൽകുന്നത്. ഇനി 15 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 46-15. ഉഭാ പിബദം അശ്വിനോഭ ന ശർമ്മ യച്ഛദ അവിദ്രിയാഭിർ ഊദിഭിഹി. അശ്വിനികൾ 2 പേരും സോമപാനം ചെയ്തുകൊണ്ട് വരദാനത്താൽ ഞങ്ങളെ സുഖികളാക്കണേ. ഇവിടെയാണ് അശ്വിനി കുമാരന്മാരോട് നിങ്ങൾ 2 പേരാണല്ലോ എന്ന് പറയും. നിങ്ങൾ 2 പേരാണല്ലോ, നിങ്ങൾ നമ്മൾ നൽകുന്ന സോമം സ്വീകരിച്ചുകൊണ്ട്, നമ്മൾ എന്താണോ നൽകുന്നത് അത് ഫലം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ സുഖികളാക്കണേ എന്ന് പറയുകയാണ്. നമുക്ക് സുഖം നൽകണം. നമ്മൾ ബലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സുഖമുള്ള കാറുകൾ, നമ്മൾ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുമ്പിനെയെല്ലാം പരത്തിയിട്ടെല്ലാം കാറുമാരിയുള്ള ഭാഗങ്ങളെല്ലാം ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ബലം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൻ്റെ എഞ്ചിനും എല്ലാം ഉണ്ടാക്കിയിട്ട് ബലം ഉപയോഗിക്കേണ്ടതിനാണ് അതിൻ്റെ പാർട്സെല്ലാം ഉണ്ടാക്കിയിട്ട് കാറുണ്ടാക്കിയിട്ട് സുഖത്തിൽ സഞ്ചരിക്കുന്നത്. അതിനെല്ലാം എന്ത് വേണം? ഈ അശ്വിനികുമാരന്മാരാണ്. ബലം ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ ഷീറ്റ് പരത്തി എല്ലാം ചെയ്ത് നമ്മളെ ശരീര ബലം ഉപയോഗിച്ചുകൊണ്ടെല്ലാണല്ലോ നട്ടും ബോൾട്ടും എല്ലാം ടൈറ്റ് ചെയ്തിട്ട് കാറെല്ലാം ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നത്. അപ്പം ബലങ്ങൾ ഉപയോഗിച്ച് ഫിസിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബലം തന്നെയാണ്. അത് അശ്വിനികുമാരന്മാർ. അതുകൊണ്ടാണ് ഞങ്ങളെ ആ ബലത്തിലൂടെ തന്നെയാണ്, ഫിസിക്സിലൂടെ തന്നെയാണ്, എൻജിനീയറിങ്ങിലൂടെ തന്നെയാണ്, എല്ലായിടത്തും ബലം തന്നെയാണ്. ഡോക്ടർമാരാണെങ്കിലും കീറി മുറിക്കുന്നത് ബലം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ സർവത്ര ബലം തന്നെയാണ്, ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മളെ സുഖികളാക്കുന്നതും നല്ല സുഖപൂർവമായ ജീവിതം ഉണ്ടാക്കി തരുന്നത് ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ്. ഇനിയുള്ളതിലും അശ്വിനി കുമാരന്മാരെ തന്നെയാണ്. അത് അടുത്തേക്ക് കാണുന്നത്.